അമേരിക്കയിലെത്തണമെന്ന മോഹവുമായി ഇറങ്ങിപ്പുറപ്പെട്ട 311 ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ പഞ്ചാബിൽ നിന്നുള്ള 23-കാരനായ സന്ദീപ് സിംഗും ഉണ്ടായിരുന്നു. തന്റെ കൺമുന്നിൽ 3 പേർ പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് സന്ദീപ് സിംഗിന്. 23-അംഗ സംഘത്തിലുണ്ടായിരുന്ന പലരും രോഗബാധിതരായി. എങ്ങനെയെങ്കിലും അമേരിക്കയിലെത്തണമെന്ന മോഹവുമായി പുറപ്പെട്ട 311 ഇന്ത്യക്കാരെയാണ് മെക്സിക്കോ അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇവരെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു. എന്നാൽ ഈ 311 പേരും കടന്നുപോയത് നരകതുല്യമായ അനുഭവത്തിലൂടെയായിരുന്നു. പഞ്ചാബിലും ഹരിയാനയിൽ നിന്നുള്ള കർഷകരും തൊഴിൽരഹിതരുമായ യുവാക്കളാണ് അമേരിക്കൻ സ്വപ്നവുമായി വിസ ഏജന്റുമാർക്ക് 15 തൊട്ട് 20 ലക്ഷം രൂപ വരെ നൽകിയത്. അതിർത്തി കടന്ന് അമേരിക്കയിലെത്തി ഇപ്പോൾ സ്വർഗതുല്യ ജീവിതം നയിക്കുന്നവരുടെ വീഡിയോ കണ്ടാണ് പലരും ആകർഷിക്കപ്പെട്ടത്. ലക്ഷ്യത്തിലെത്താൻ എന്തു സാഹസത്തിനും ഇവർ തയ്യാറായിരുന്നു. അമേരിക്കയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ ഏജന്റുമാർ സ്വീകരിച്ചതാകട്ടെ വളഞ്ഞ വഴിയും. നീണ്ട യാത്രയാണ് ഇവരെ കാത്തിരുന്നത്. വിമാനമാർഗം ഇവരെ ആദ്യം ഇക്വഡോറിൽ എത്തിച്ചു. അതിനുശേഷം കരമാർഗം കൊളംബിയ, ബ്രസീൽ, പെറു, കോസ്റ്റാറിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് മെക്സിക്കോയിൽ എത്തുന്നത്. അവിടെ വില കുറഞ്ഞ ലോഡ്ജുകളിലാണ് അന്തിയുറക്കം. പലതരത്തിലും എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകൾ കടക്കും. പനാമ മുതൽ മെക്സിക്കോ വഴിയുള്ള യാത്രയായിരുന്നു ഏറ്റവും ദുർഘടം. വന്യമൃഗങ്ങളുള്ള കൊടും കാട്ടിലൂടെയാണ് യാത്ര. പലരും യാത്രക്കിടയിൽ രോഗബാധിതരായി, ശരീരം തളർന്നു. മാസങ്ങളോളം കാടുകളിലൂടെ യാത്ര ചെയ്തു. പലപ്പോഴും ഭക്ഷണവും വെള്ളവും കിട്ടാക്കനിയായിരുന്നു. പാട്യാലയിൽ നിന്നുള്ള 22-കാരനും സമാനമായ കഥകളാണ് പറയാനുള്ളത്. 22 ലക്ഷത്തോളം രൂപയാണ് US-ൽ പോകാനുള്ള ആഗ്രഹത്താൽ ഏജന്റുമാർക്ക് വീതിച്ചു നൽകിയത്. 7 മാസത്തോളം കൊടും പട്ടിണിയും തീരാദുരിതവും പേറിയലഞ്ഞു. ഒടുവിലാണ് പിടിയിലാകുന്നതും നാട്ടിലേക്ക് കയറ്റിയയക്കുന്നതും. വാട്സപ്പിലൂടെയാണ് പല ഏജന്റുമാരും അമേരിക്കൻ മോഹികളെ വലവീശിയത്. അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ ഓഫീസുകളും ഏജന്റുകാർക്കില്ലായിരുന്നു. ദുരിതങ്ങളെക്കുറിച്ച് പരാതി പറയാനുള്ള അവസരങ്ങളും ഇല്ലായിരുന്നു. വഴികാട്ടികളായി കൂടെ വന്നത് തോക്കേന്തിയ മല്ലന്മാരായിരുന്നു. അവർക്ക് സ്പാനിഷ് അല്ലാതെ മറ്റൊന്നും വശമില്ല. കാട്ടിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നോക്കിയാണ് വഴി കണ്ടെത്തിയിരുന്നത്. മെക്സിക്കൻ അതിർത്തിയോടടുത്തുള്ള കാടിലൂടെ 8 ദിവസമായിരുന്നു ട്രക്കിംഗ്. 3 ദിവസം വെള്ളം പോലും ലഭിച്ചില്ല. സ്വന്തം ഷർട്ട് പിഴിഞ്ഞ് വിയർപ്പ് കുടിച്ചാണ് ദാഹം അകറ്റിയതെന്ന് ചതിയിൽപ്പെട്ട ഇന്ത്യക്കാരിൽ ഒരാൾ രാജ്യാന്തര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മെക്സിക്കോ അതിർത്തിയിലെത്തിയ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ജയിലിലായിരുന്നു ജീവിതം. പല അസുഖങ്ങളുള്ളവരെ ഒരുമിച്ചാണ് പാർപ്പിച്ചിരുന്നത്. കഷ്ടിച്ച് എല്ലാവർക്കും കിടന്നുറങ്ങാനുള്ള സ്ഥലം മാത്രം. പലർക്കും പല അസുഖങ്ങളും പകർന്നു കിട്ടി. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുല്യമായിരുന്നു ജയിൽവാസം. മെക്സിക്കൻ അധികൃതർ പിടികൂടുന്നതിന് മുൻപ് ഞങ്ങൾ US-ൽ നിന്ന് 800 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു. US സ്വപ്നം കണ്ട് ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട മൻദീപ് പറയുന്നു. നിരവധി ശവശരീരങ്ങൾ പനാമയിലെ വനമേഖലയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. എന്നെപ്പോലെ അമേരിക്ക സ്വപ്നം കണ്ടവരാണ് അതെന്നും ഞാനും ഇതുപോലെ ഏതെങ്കിലും വഴിയരികിൽ മൃഗങ്ങളെപ്പോലെ ചത്തൊടുങ്ങുമെന്നും വിചാരിച്ചു. നാടുകടത്തപ്പെട്ടവരിലെ ഒരേയൊരു വനിതയായിരുന്നു ജലന്ധറിൽ നിന്നുള്ള 34-കാരി കമൽജിത്ത് കൗർ. US-ൽ എത്താൻ ഭർത്താവും കുഞ്ഞും അടങ്ങുന്ന കുടുംബം 54 ലക്ഷം രൂപയാണ് ഏജൻസിക്ക് നൽകിയത്. നാട്ടിലെത്തിയാൽ ഉപജീവനത്തിലുള്ള വഴി ഈ 311 പേരുടെയും മുന്നിലില്ല. ആകെയുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം വിറ്റുപെറുക്കിയാണ് ഏജന്റുമാർക്ക് പണം നൽകിയത്. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണിവർ.